കൊല്ലത്തെ തെന്മലയിൽ ഒരു ബീച്ച് ഉണ്ടെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ? നോക്കി, അതുപോലത്തെ തിരകളാണ് ഇവിടെ വരുന്നത്. കാറ്റെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. എനിക്ക് നാളെ പറത്തിക്കൊണ്ട് പോകും. ഇത്ര ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. സാമുദ്രേ, നമുക്ക് ട്രെക്കിംഗ് ഉണ്ട്, അതേപോലെ തന്നെ സഫാരി, കുട്ടവഞ്ചി യാത്ര, ബോട്ടിങ്, ഇതൊക്കെയാണുള്ളത്. ഇതിന് മുന്നേ മൊത്തത്തിൽ വനമായിരുന്നു. ഡാം കെട്ടുന്നതിന് മുന്നേ ഇത് മൊത്തം വനമായിരുന്നു. വനം നമ്മൾ ഡാം കെട്ടുമ്പോൾ ഇതിൻ്റെ റിസർവേഡ് ഈ ഇത്ര ഏരിയ വെള്ളം കെട്ടി നിർത്തത്തക്ക രീതിയിലുള്ള മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിക്കൊണ്ടാണ് നമ്മൾ ഈ ഡാം പണിഞ്ഞത്. അങ്ങനെ നീട്ടി വെച്ച നമ്മുടെ യാത്ര ഒടുവിൽ നടക്കാൻ പോകുന്നു. നാളെ വെളുപ്പിനെയാണ് നമ്മൾ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് പാക്ക് ചെയ്ത് വെച്ച ബാഗൊക്കെ ബൈക്കിൽ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ട് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആലോചനയൊക്കെ കഴിഞ്ഞ് കിടന്നപ്പോൾ ഒരു സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ 5 മണിക്ക് പോകാൻ നിന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഏകദേശം 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഞങ്ങൾ പോയത് പെട്രോൾ പമ്പിലേക്കാണ്. ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. കുളുമ്പയാക്കണ്ടോ? താൻ പാതി ദൈവം പാതി എന്നാണല്ലോ പൊതുവെ ഒരു വെയ്പ്പ്. അതുകൊണ്ട് മനസ്സിൽ തോന്നിയ ദൈവങ്ങളെ ഒന്നും വെറുതെ വിട്ടില്ല. അടുത്തത് നേരെ മലനിരയ്ക്കായിരുന്നു. സമുദ്രം ജനിച്ചിട്ട് ഇതുവരെ മലനിര എടുത്ത് ഒഴിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ എല്ലാം കൂടി ഒന്നിച്ചാവട്ടെ എന്ന് കരുതി. അപ്പം നമ്മൾ മലനിര അമ്പലത്തിൽ കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാ പ്ലാനിങ്ങും, എല്ലാത്തരം തീരുമാനങ്ങളും, സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം തുടങ്ങും അത് ഈ മണ്ണിൽ നിന്ന് തന്നെ ആയിരിക്കണമെന്ന് നമുക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് എല്ലാം ശരിയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് യാത്ര തുടങ്ങി. പുനലൂർ വഴിയാണ് നമ്മൾ പോകുന്നത് എന്നുള്ളതുകൊണ്ട് മരുതിമൂട് പള്ളി അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ. എന്താണ് നമ്മൾക്കൂടെ പ്രാർത്ഥിക്കുന്നത്? എല്ലാം നേരെ ആവണേന്ന്. നമുക്കങ്ങനെ ഇന്ന ദൈവമൊന്നുമില്ല. എല്ലാം ഒരേ ശക്തിയുടെ പല ഭേദങ്ങളാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. സോ അവിടെയും കയറി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ വല്ലാത്തൊരു സമാധാനം തോന്നി. അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാം. ആസ് എ ഫീഡിങ് ലേഡി ഫുഡ് മുഖ്യം പിക്കില്ലേ. സമയം ഇപ്പോൾ രാവിലെ 8 മണിയായി. അപ്പോൾ വിശപ്പ് പതുക്കെ അടിച്ചിട്ടുണ്ട്. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ശരവണ ഭവനിൽ കയറിയിട്ടുണ്ട്. സ്ഥലം പുനലൂരാണ്. ഞങ്ങളെപ്പം പുനലൂർ വഴി വന്നാലും ശരവണ ഭവനിൽ കയറും. ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ്. അമ്മിക്കുട്ടി ഉണ്ടോ വാതിക്കെ പോയി കൊതിമൂത്ത് നിൽക്കുക. ചോദിക്കട്ടെ, എന്തോടി കഴിക്കുന്നേ? ഓഹോ, ലൈറ്റായിട്ട് മസാല ദോശ അല്ലേ? ചെറിയ കഴിക്കും. എനിക്കൊരു നെയ് റോസ്റ്റ്. പൊടി ദോശ ഉണ്ടോ? അല്ലല്ല, നെയ് റോസ്റ്റ് മതി. ആ, നിനക്കെന്തോ? നെയ് റോസ്റ്റ് മതി. 2 നെയ് റോസ്റ്റ്, 2 കാപ്പി. എടേ, ഞങ്ങൾക്കൊരു കാര്യം അറിയോ? നമ്മൾ കഴിഞ്ഞ വർഷം
ഇതുപോലെ ഏകദേശം ഡിസംബറിലാന്ന് തോന്നുന്നു. ഡിസംബറിലോ ജനുവരിലോ കണ്ടില്ലായിരുന്നോ വൈറ്റ് പൊങ്കാല? തോന്നുന്നു. ആ അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഞാൻ മസാല ദോശ കഴിച്ചിട്ടാണ് നമ്മള് തിരുമലൈക്കോവില് പോയെ. ആ ഇപ്പൊ അതേ വർഷം അതേ സമയം നമ്മൾ വീണ്ടും ഇവിടെ ശരവണ ഭവനിലിരിക്കുന്നു. അന്നേ നമ്മൾ പറഞ്ഞില്ലയോ സമുദ്രം വരുമ്പോ നമുക്ക് കുഞ്ഞുണ്ടാവുമ്പോ അതിനുവേണ്ടി നമ്മളിവിടെ വരണം, തിരുമലൈക്കോവില് പോകണം. അന്നത്തെ ഒരു യാത്ര റീക്രിയേറ്റ് ചെയ്യുന്നു. സമുദ്രേ ഇതാരിത്? അമ്മക്കുട്ടി ഭയങ്കര എക്സ്പെൻസീവ് ആണോ? നമ്മള് സ്ഥിരം കഴിക്കുന്ന സാധനമല്ലേ? ഇത് നമ്മുടെ തുടക്കമല്ലേ? അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തുടങ്ങാം, എന്നിട്ട് പതുക്കെ നമുക്ക് കുറയ്ക്കാം. ഗൈസ്, നമ്മളിന്ന് തൊപ്പി ദോശ കഴിക്കുന്നത്. നെയ്റോസ്റ്റ് പിരമിഡ് മാതിരി കൊണ്ടുവച്ചേക്കുന്നു. കഴിച്ചു നോക്കട്ടെ. നേരത്തെ ഇവിടുന്ന് കഴിച്ചിട്ടുള്ളതാണ്, നല്ലതായിരുന്നു. ഇന്നൊന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടോ നോക്കിയിട്ട് പറയാം. എന്നിട്ട് അവള് നോക്കിയിരിക്കുന്നടി, അവൾക്ക് കൊടുത്തോ? കഴിക്കുന്നുണ്ടോ? എരിവ് കൊടുക്കണ്ട കേട്ടോ, നല്ല എരിവുണ്ട്. എങ്ങനെയുണ്ട്? ചുമന്നേമത്തിന് എരിവില്ലേ? ഇല്ല. അല്ല, നിനക്ക് എരിവുണ്ടോ? എനിക്ക് അത്യാവശ്യം നല്ല എരിവുണ്ട്. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? ഇന്ന് അത്യാവശ്യം നല്ല എരിവുണ്ട്, ഇന്നത്തേക്കാളും എരിവുണ്ട്. പക്ഷെ നല്ല, എനിക്കൊന്ന് ഈ ചമ്മന്തി നേരത്തെ കിട്ടിയിട്ടില്ലല്ലേ നമുക്ക്? പുതിയ ടൈപ്പ് ചമ്മന്തി. നമ്മൾ 2 ഫിൽറ്റർ കോഫി ഓർഡർ ചെയ്തിട്ടുണ്ടാണ്. ഫിൽറ്റർ അല്ല, ബ്രൂ കോഫി. അപ്പം അമ്മിക്കുട്ടിക്ക് മാത്രം പുള്ളി അടിച്ചു കൊടുത്തു. അതായത് പഞ്ചസാര എല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടി, ഒന്ന് കലക്കാൻ വേണ്ടി. എനിക്കതേപോലെ, അത് വെച്ചാൽ ഒരു കുഞ്ഞുള്ളതിൻ്റെ സ്പെഷ്യൽ അഡ്വാൻറ്റേജാണ്. വലിയ ആളടി നമുക്കൊന്നും ഇല്ലേ ഈ പരിഗണന? നമുക്കില്ല. ഞാൻ കുഞ്ഞിനടുത്ത് എനിക്ക് കിട്ടില്ലയോ? ഞാൻ കുഞ്ഞിനടുത്താലും നിനക്ക് കിട്ടത്തുള്ളൂ. അമ്മമാർക്കാണ് പരിഗണന എപ്പോഴും കൂടുതൽ. ഞാൻ പരിഗണിക്കുന്നില്ലേ? അതുപോലെ മൈക്കൊക്കെ തട്ടി ദൂരെ കളഞ്ഞില്ലയോ? സമുദ്രം മൈക്കൊക്കെ തട്ടി ദൂരെ എറിഞ്ഞിട്ടുണ്ട്. ഇത് താഴെ ദൂരെ എടുക്കണം. അതേപോലെ കാപ്പിയുടെ കുടിച്ചിട്ട് സമുദ്രയ്ക്ക് പാല് കുടിക്കാനായിട്ട് സമുദ്ര നിർബന്ധം എടുക്കുന്നുണ്ട്. നമുക്കിനി ഇവരോട് ചോദിച്ചു നോക്കാം, അവിടെയാണ് കുടിക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് പുറത്തെവിടെയെങ്കിലും പോയിരുന്നു കുടിക്കാം. ശബരിമല സീസൺ ആയതുകൊണ്ട് ചുറ്റും ശബരിമല വണ്ടികളല്ലേ? അത്യസാന്ദ്രമായ ഒരു അന്തരീക്ഷം. എന്ത് പറ്റി? ചെരുപ്പ് ഇരുന്നിട്ട് ഓക്കെ. പാല് കൊടുക്കണ്ടേ? പാല് കൊടുക്കണം. കുറച്ച് നേരം അവളെ ഇതിൽ നിന്ന് എടുത്തൊന്ന് റിലാക്സ് ചെയ്യിപ്പിക്കണം. നമ്മളിപ്പോൾ എത്തും എങ്കിലും നമുക്ക് പോകുന്ന വഴിക്ക് പാല് കൊടുക്കാൻ നേരത്താണെങ്കിൽ എടുക്കണമല്ലോ എന്തായാലും. കുറച്ച് നേരം അവളെ ഒന്ന് റിലാക്സ് ആക്കിയിട്ട് നമുക്ക് പോവാം. ഒന്ന് വഴിക്ക് നോക്കാം, ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ ഏരിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കൊടുക്കാം. അതുപോലെ നമ്മുടെ വയറൊക്കെ നിറച്ച സ്ഥിതിക്ക് ഇനി കൊച്ചിനെ കൂടി പരിഗണിക്കണമല്ലോ. നമ്മൾ ശരവണ ഭവനിൽ ചോദിച്ചിരുന്നു, പക്ഷെ അവിടെ ഫീഡിംഗ് റൂം ഉണ്ടായിരുന്നില്ല. സോ അധികം ആളില്ലാത്ത ഒഴിഞ്ഞൊരു ഏരിയ തപ്പി കുറച്ച് ദൂരം യാത്ര ചെയ്യേണ്ടി വന്നു. നമ്മുടെ കൂടെ കുറച്ച് ദോശയെ കഴിച്ചതുകൊണ്ടായിരിക്കണം സമുദ്രം അത്ര വലിയ വഴക്കൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. എനിവേ, ഫീഡിംഗ് ഏപ്രൺ വാങ്ങിയത് ഈ യാത്രയിലെ ഒരു ബെസ്റ്റ് ഡിസിഷനായിട്ട് എനിക്ക് തോന്നി. കുഞ്ഞ് എപ്പോൾ ഫീഡിങ്ങിന് ആവശ്യം കാണിച്ചാലും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നാതെ ഫീഡ് ചെയ്യാൻ അതുകൊണ്ട് പറ്റും. നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ തെന്മലയാണ്. അവിടെ കാണാനുള്ളതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് അടുത്ത സ്ഥലം പിടിക്കാമെന്നാണ് നിലവിലത്തെ പ്ലാൻ. തെന്മല ഇതിനു മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും ഇത്തവണ അവിടുത്തെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ഒരു ഇടം കാണാനാണ്, അതും 8 മാസം പ്രായമുള്ള നമ്മുടെ ഫസ്റ്റ് ബേബിയെ കൊണ്ട് പോകുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മളിവിടെ തെന്മല ഡാമിൻ്റെ അവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ റിസർവയറിൻ്റെ താഴേയിലേക്കൊക്കെ ബസ് സവാരി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എൻക്വയറി നടത്തി. അപ്പോൾ അവർ വേറൊരു ഓഫീസിലേക്ക് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നമുക്കത് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. അതുകൊണ്ട് ആ പോകുന്ന വണ്ടിയെ ഫോളോ ചെയ്യാനാണ് പറഞ്ഞത്. നമുക്കത് ഫോളോ ചെയ്ത് പോയിട്ട് വരാം. പെട്ടെന്ന് പോയി. കുറേ പരിപാടിയുണ്ട്. മറ്റേ മാൻപാർക്കിൽ പോകുന്നതുണ്ട്. ഈ ഡാമിൻ്റെ മേളിൽ കയറിയിട്ട് ഡാമിൻ്റെ വ്യൂവും കാര്യങ്ങളെല്ലാം കാണാം. പിന്നെ അതുപോലെ കൊട്ടവഞ്ചിയുണ്ട്. പിന്നെ ജീപ്പ് സഫാരി, ബസ് സഫാരി, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ബസ് സഫാരിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാനാണ് നമ്മളിപ്പോൾ ഈ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞത്. സെഞ്ചുറി എക്സ്പോ ടൂറിസം ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ചോദിച്ചിട്ട് വരാം.
ബോട്ടിംഗ്, കൊറാക്കിൾ റൈഡ്, ട്രക്കിംഗ്, ജംഗിൾ സഫാരി, ജംഗിൾ ക്യാമ്പിംഗ്, നൈറ്റ് ജീപ്പ് സഫാരി, അതൊക്കെയുള്ള. അപ്പോൾ നമ്മുടെ മെയിനായിട്ട് ഇവിടുത്തെ ഉള്ള ഇൻട്രാക്ഷൻ എന്തൊക്കെയാണ് സാറേ? നമുക്ക് ട്രക്കിംഗ് ഉണ്ട്, അതേപോലെ തന്നെ സഫാരി, കുട്ടവഞ്ചി യാത്ര, ബോട്ടിങ് ഇതൊക്കെയാണുള്ളത്. പിന്നെ നൈറ്റ് സ്റ്റേ ഉണ്ട്, കാട്ടിനകത്ത് നമുക്ക് താമസിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളുണ്ടല്ലേ. അതിൻ്റെ എങ്ങനെ ആ നൈറ്റ് സ്റ്റേയിൽ എന്തൊക്കെയാണ് വരുന്നത്? നൈറ്റ് സ്റ്റേയിൽ വരുന്നത് ഇപ്പോൾ നമ്മൾ ഉച്ചയോട് കൂടിയിട്ട് തെന്മല ഡാം ജംഗ്ഷനിലുള്ള നമ്മുടെ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാമ്പ് ഷെഡിൽ പോയിട്ട് ഒരു നൈറ്റ് അവിടെ സ്റ്റേ ചെയ്ത് അടുത്ത ദിവസം രാവിലെ ഒരു ട്രെക്കിംഗ് ഒക്കെ നടത്തി അടുത്ത് ചെറിയ വാട്ടർഫാൾസ് ഒക്കെ ഉണ്ട്, അവിടെ പോയി കുളിക്കുന്നതിനൊക്കെയുള്ള സൗകര്യമുണ്ട്. അതേപോലെ തന്നെ വരുന്ന ദിവസം രാത്രിയിലത്തെ ഫുഡ്, അടുത്ത ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡാണ്. ഇതിൽ നമുക്ക് മെയിനായിട്ടും വരുന്നത് 2 സ്റ്റേ ആണ് വരുന്നത്. ഒന്ന് ഇടിമുഴങ്ങാമ്പാറ എന്ന് പറയും. ഇടിമുഴങ്ങാമ്പാറ എന്ന് പറയുന്നത് നമുക്ക് ബോട്ടിൽ 1 മണിക്കൂർ യാത്ര ചെയ്തിട്ട് ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ്. അതേപോലെ തന്നെ റോക്ക്വുഡ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് ഒരു 30 കിലോമീറ്റർ ജീപ്പിൽ പോകണം. അതിലൊരു 15 കിലോമീറ്റർ ഓഫ് റോഡാണ്. കാട്ടിനകത്തൂടെ നമുക്ക് പോയിട്ട് ഒരു എവർഗ്രീൻ ഫോറസ്റ്റിനകത്തുള്ള നമ്മുടെ ക്യാമ്പ് ഷെഡിൽ പോയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്നതാണ്. അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല, കുഞ്ഞുള്ളതുകൊണ്ട്. നമുക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്നത് സഫാരി ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ ഡാമിൻ്റെ അടുത്ത് നിന്ന് ഒരു 3 കിലോമീറ്റർ അകത്തുള്ള തെന്മല ഡാമിനോട് ചേർന്നതിനുള്ള കളംകുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ റിസർവോയറിൻ്റെ തീരമാണ്. അവിടെ പോയിട്ട് നമുക്ക് 1 മണിക്കൂർ നിങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്തിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ മലനിരകളും അതേപോലെ തന്നെ തെന്മല ഡാമിൻ്റെ റിസർവോയറിൻ്റെ തീരവും ഒക്കെ കണ്ട് അവിടെ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു വരാൻ പറ്റും. നമ്മളുടെ ജീപ്പിലും ബസ്സിലുമായിട്ടൊക്കെയാണ് അവിടത്തേക്ക് പോകാൻ പറ്റുന്നത്. ഇപ്പം 10 പേരിൽ കൂടുതലുള്ള ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്ക് ഒരാൾക്ക് 89 രൂപ വെച്ചിട്ട് ബസ്സിൽ പോകാൻ പറ്റും. അതല്ല ആൾ കുറവാണെങ്കിൽ നമുക്ക് 7 പേർക്ക് വരെ 885 രൂപ നിരക്കിൽ ജീപ്പിലും പോകാൻ പറ്റും. ഓക്കെ സാർ. നമ്മുടെ ഇതിൻ്റെ നൈറ്റ് സ്റ്റേ വരുന്ന ആ ഒരു പാക്കേജിനോ? നൈറ്റ് സ്റ്റേയുടെ പാക്കേജിന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേർക്ക് 7875 രൂപയാണ് വരുന്നത്. എക്സ്ട്രാ വരുന്ന ആളിന് 2100 വെച്ചിട്ട്. ഇടിമുഴങ്ങാമ്പാറ നമുക്ക് ബോട്ടിൽ പോകുന്ന സ്ഥലത്താണെങ്കിൽ നമുക്ക് മാക്സിമം 5 പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. റോക്ക്വുഡ് ആണെങ്കിൽ നമുക്ക് 7-8 പേർക്ക് വരെ സ്റ്റേ ചെയ്യാൻ പറ്റും. 2 റൂമാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഫുഡിൻ്റെ എങ്ങനെ ഇതിൽ? ഫുഡ് നമുക്ക് രാത്രിയിൽ ചപ്പാത്തി, മുട്ടക്കറി അല്ലെങ്കിൽ വെജ് കറിയോ ആയിരിക്കും. ഇനി രാവിലെ പുട്ട് കടല അല്ലെങ്കിൽ പുട്ട് പയറോ ആയിരിക്കും. ഇനി നോൺ വെജ് എന്തെങ്കിലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വരുമ്പോൾ ചിക്കനോ ബീഫോ ഫിഷോ അങ്ങനെ വാങ്ങിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അത് കുക്ക് ചെയ്ത് തരാനുള്ള ഓപ്ഷൻ. ഇത് പൂർണ്ണമായിട്ടും വനത്തിനകത്തുള്ള സ്റ്റേ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ മൊബൈലിന് റേഞ്ച് ഉണ്ടായിരിക്കത്തില്ല, ഇലക്ട്രിസിറ്റി ഇല്ല. പകരം സോളാറിൻ്റെ ലൈറ്റും ഫാനും ബാക്കി ബേസിക് ഫെസിലിറ്റി എല്ലാം തന്നെ നമുക്ക് അവിടെ ഉണ്ട്. പിന്നെ നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു സ്റ്റാഫും ഒരു ഗൈഡും അവിടെ നിങ്ങളുടെ കൂടെ ഫുൾ ത്രൂ ഔട്ട് അവിടെ കാണും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കുട്ടവഞ്ചി യാത്രയുണ്ട്. നമ്മുടെ തെന്മല ഡാമിൻ്റെ റിസർവോയറിൽ 20 മിനിറ്റ് കുട്ടവഞ്ചിയിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യമുണ്ട്. അതിൽ നമുക്ക് തുഴയാനായിട്ട് പരിചയസമ്പന്നരായിട്ടുള്ള ലോക്കലായിട്ടുള്ള ആൾക്കാർ തന്നെയുണ്ട്. നമ്മൾ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് ഇരുന്നാൽ മതിയാവും. അത് നമുക്ക് പശ്ചിമഘട്ട മലനിരകളും അതേപോലെ തന്നെ റിസർവോയറിൻ്റെ തീരവും പിന്നെ നമ്മുടെ ഈ റിസർവോയറിൻ്റെ തീരത്ത് വരുന്ന മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുന്ന നല്ലൊരു പാക്കേജാണ് ബോട്ടിങ്ങും അതേപോലെ തന്നെ കുട്ടവഞ്ചി യാത്രയും. ഇതാണ് ഇവിടുത്തെ ബസ്. ബോട്ടിങ് ഇവിടെ അല്ല, വേറെ സൈഡിലാണ്. വേറെ എവിടെയെങ്കിലും ആയിരിക്കും, എനിക്കറിയില്ല കൃത്യമായിട്ട്. ചോദിക്കാം, അവരോട് ചോദിച്ചിട്ട് പറയാം. പണ്ട് എപ്പോഴോ ഒരു ബോട്ടിങ്ങിന് ഇവിടെ എവിടെയോ വന്നത് എനിക്കൊരു ഓർമ്മയുണ്ട്. ഇവിടെ ആണോ വേറെ എവിടെയാണോ എനിക്ക് അറിഞ്ഞൂടാ. സമുദ്രമൊക്കെ ഇഷ്ടപ്പെട്ട് കാണില്ലയോ? ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സമുദ്രം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു സമുദ്രം? യു ലൈക്ക് ദിസ് പ്ലേസ്? ഒന്നും പറയാനില്ല. കടൽ കൊല്ലത്തെ തെന്മലയിലൊരു ബീച്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? നോക്കി, അതുപോലത്തെ തിരകളാണ് ഇവിടെ വരുന്നത്. തിരയെന്ന് പറഞ്ഞാൽ പോരാ, നല്ല ഒന്നാന്തരം തിരകൾ. ഇത് ഇനി നമുക്കുള്ള ബോട്ടിങ്ങിൻ്റെ ആണോ ഇവരുടെ എന്തെങ്കിലും വേറെ ബോട്ടിംഗ് ആണോ? ഒത്തിരി അങ്ങോട്ട് പോകണ്ട കേട്ടോ, പോച്ചേ അവിടെ. സമുദ്രേ, നമുക്ക് അവിടെ പോയി ഇരുന്ന് കാണാം കേട്ടോ. വേറെ ഏതോ ഒരു രാജ്യത്ത് പോയ പോലെ ഉണ്ടല്ലേ. കൊല്ലത്ത് ഇത്ര അടിപൊളി സ്ഥലമൊക്കെ ഉണ്ടോ? നമ്മൾ ഒരുപാട് കൊല്ലത്തെ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ വെള്ളം കാലേ വീഴും, ഷൂ നനയും. അങ്ങോട്ട് പോ, അവിടേക്ക്. ഇങ്ങനെ ബീച്ചിൻ്റെ കരയ്ക്കൊക്കെ വന്ന് ഷീറ്റൊക്കെ വിരിച്ച് പെട്ടെന്ന് ഞാൻ തിരുത്തോണം, അല്ലേ പറഞ്ഞു. ഫസ്റ്റ് ഞാൻ
ഉണ്ണിയേട്ട ഫസ്റ്റ്. അയ്യോ തല തിരിഞ്ഞു പോയല്ലോ. അതിന് പുതിയ അടിക്കാം, കുഴപ്പമില്ല. സമുദ്രിച്ചി നമുക്ക് ജാക്കറ്റ് വരികയല്ലോ. സമുദ്രയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു സ്ഥലം. സമുദ്രേ ഇഷ്ടപ്പെട്ടാടാ? ഇഷ്ടപ്പെട്ടോ? നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് തെന്മലയിലെ കളങ്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് നമ്മുടെ തെന്മല ഡാമിൻ്റെ പുറകിലായിട്ടുള്ള ഒരു റിസർവെയറാണ്. കാറ്റെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. എനിക്ക് നാളെ പറത്തിക്കൊണ്ട് പോകും. സമുദ്ര ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. സമുദ്രേ ഇഷ്ടം പോലെ ആൾക്കാർ, ഒത്തിരി ആൾക്കാർ വന്നു തുടങ്ങിയിട്ടില്ല. ഫാമിലീസ് എല്ലാവരും വരുന്നല്ലേ? ഫാമിലീസാണ്. നല്ല അടിപൊളി. നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. വെള്ളത്തിൽ ഇറങ്ങാം. കാല് വെള്ളത്തിൽ മുക്കാം. സോക്സ് വരും. സോക്സൊക്കെ ഊരി മാറ്റിയിട്ട് എൻ്റെ കാല ഷൂലാവരുത് കേട്ടോ. അതെങ്ങനെയാ ഞാൻ ആലോചിക്കുന്നത്. അവളൊന്ന് എടുത്തിങ്ങനെ ഒന്ന് മുക്കിയാൽ മതി കാല്. ഇല്ല ഞാൻ മുക്കാം, നീ വീഡിയോ എടുത്തു. ഓക്കെ അല്ലേ? സമുദ്രി ഓളം ഇവിടെ നിർത്തിയാൽ മതി. ഓളം അടിച്ച് തന്നെ കയറിക്കോളൂ കലയിൽ. ഇഷ്ടപ്പെട്ടോടാ? മതി, അത്രയും മതി. എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? പെട്ടോണ്ടോടി? പെട്ടോണ്ടോ? കുറച്ച് കുറവാ. മേ ബി അത് വളയ്ക്കാൻ നോക്കുന്നേ. വളയ്ക്കാൻ നോക്കുന്നേ. അവിടെ മറ്റേ മഞ്ഞുമൽ ബോയ്സിന് അതിൽ കാണുന്ന ഒരു മരമാണ്. ഓക്കെ സമുദ്രേ, ഇത് മനിതക്കാതലല്ലേ? ഭയങ്കര സമുദ്രം. അപ്പിഷ്കോ ആരെ കാണിക്കാൻ നോക്കി? എന്ത് വാടി സമുദ്രേ, എന്ത് വാടി? ചെറിയ പ്രായത്തിലേ എനിക്ക് ചീത്തപ്പേരുണ്ടാക്കുവോ? അപ്പം വഷളാക്കിയെന്ന് പറയുവോ? ഓ പിന്നെന്താ. എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാതെ ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് രാമവരൻ എന്നാണ് പേര്. ഇവിടെ നമ്മൾ ഇതിൻ്റെ IB-യുടെ നോക്കാൻ വേണ്ടി വാച്ചറായിട്ട് നിൽക്കുന്നത്. ഇതിൻ്റെ നമുക്ക് ഈ മേഖല എന്ന് പറയുന്നത് നമുക്ക് ചെന്തൂറിന് ഇക്കോ ടൂറിസം എന്നുള്ള ഇതിൻ്റെ യഥാർത്ഥ പേര് നമുക്ക് ടൂറിസം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നിൽക്കുന്ന ഭാഗം കളങ്കുന്നെന്ന് പറയും. കളങ്കുന്ന് ഇതൊരു പേര്, ഡാമിൻ്റെ പേരെന്ന് വെച്ചാൽ പറപ്പാറ് ഡാമാണ് പേര് ഇതിൻ്റെ. നമ്മുടെ ഈ ഡാമിൻ്റെ പേര് നമ്മൾ തെന്മല ഡാമെന്ന് വിളിക്കപ്പെടുന്നത്. ഇവിടുന്ന് 1 കിലോമീറ്ററിന് അപ്പുറത്താണ് ടൗണ്. അപ്പം നമ്മൾ അറിയാവുന്നുള്ള പേരിലാണ് ഇപ്പോൾ പറയുന്നത്.
ഡാം എന്നാണ് പറയുന്നത്. ഇതിന് പറപ്പാറ ഡാം എന്നാണ് യഥാർത്ഥ പേര്. ഈ ഒരു സ്ഥലം അല്ലെങ്കിൽ ഇത്ര മനോഹര ഈ സ്ഥലം ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു? ഇതിന് മുന്നേ മൊത്തത്തിൽ വനമായിരുന്നു. ഡാം കെട്ടുന്നതിന് മുന്നേ ഇത് മൊത്തം വനമായിരുന്നു. വനം നമ്മൾ ഡാം കെട്ടുമ്പോൾ ഇതിൻ്റെ റിസർവേയുടെ ഈ ഇത്ര ഏരിയ വെള്ളം കെട്ടി നിർത്തത്തക്ക രീതിയിലുള്ള മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിക്കൊണ്ടാണ് നമ്മൾ ഈ ഡാം പണിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് 72-ലാണ് ഇതിൻ്റെ ഡാം പണി തുടങ്ങുന്നത്. 85-ൽ കമ്മീഷൻ ചെയ്ത് അപ്പോൾ ഇതിനെ വെള്ളം കെട്ടി നിർത്തിയപ്പോഴാണ് ഇത്രയും വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗം. ഇവിടുന്ന് 26 കിലോമീറ്റർ വെള്ളം അങ്ങോട്ട് കിടക്കുക, അങ്ങോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കാട്ടുപോത്ത്, ആന, കരടി, കടുവ, പല മൃഗങ്ങളും നമ്മുടെ ഈ ഉള്ളിൽ വനത്തിലുണ്ട്. പിന്നെ നമുക്ക് ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു റിസോർട്ട് ഉണ്ട്. അവിടെ ഒരു 5 പേർക്ക് 14,000 രൂപ കൊടുക്കണം. 5 പേർക്ക് 14,000 രൂപ. നമ്മൾ റിസർവേറിൽ ഇവിടുന്ന് 10 കിലോമീറ്റർ ബോട്ടിങ് പോയിട്ടാണ് അവിടെ താമസിക്കുന്നത്. നൈറ്റ് സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് അവിടെ നിന്ന് കൊണ്ട് ഇറങ്ങാം. പിന്നെ പറഞ്ഞാൽ റോക്കോഡ് ഉണ്ട്. ഇവിടുന്ന് 30 കിലോമീറ്റർ നമ്മൾ ജീപ്പ് സവാരിയാണ് പോകുന്നത്. 30 കിലോമീറ്റർ കാട്ടിനകത്ത് വനത്തിനകത്ത് പോയി ഇതുപോലെ ഒരു നൈറ്റ് അവിടെ സ്റ്റേ ചെയ്യാം. പിന്നെ റോസ് മല എന്ന പള്ളിവാസൽ എന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ പോയെങ്കിൽ നമുക്ക് അവിടെയും പോകാൻ പറ്റും. പള്ളിവാസൽ പോകാൻ പറ്റും. റോസ് മല അവിടെ പോയി താമസിക്കുക, സ്റ്റേ ചെയ്യാം. പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് ഇറങ്ങി വരാം. അതാണ് നമ്മുടെ ചെന്തുരുണി എക്കോ ടൂറിസം എന്ന് പറയുന്നത്. ഈ ചെങ്കുറിഞ്ഞി മരത്തിൻ്റെ പേരാണ് നമ്മൾ ചെന്തുരുണിന്നുള്ള പേര് വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ പഴയ റോഡൊക്കെ ഉണ്ടായിരുന്നു. പഴയ തിരുവനന്തപുരം ചൊങ്കോട്ട് റോഡ് ഇതിലേക്ക് കൂടെ വെള്ളത്തിൻ്റെ അടിയിലാണ് ഇപ്പോൾ ഏതാണ്ട് 113 മീറ്റർ ഇപ്പോൾ വെള്ളമുണ്ട്. ആ 113 മീറ്ററിൻ്റെ വെള്ളത്തിൻ്റെ അടിയിലാണ് ഈ റോഡ് കിടക്കുന്നത്. എപ്പോഴെങ്കിലും തെളിഞ്ഞ് വരുമോ? തെളിഞ്ഞാലും കാണാൻ പാടായിരിക്കും. കാര്യം 16 മീറ്റർ വരെ മിനിമം വാട്ടർ ലെവൽ നിൽക്കും. എത്ര വെള്ളം കുറഞ്ഞാലും അതിൻ്റെ ഷട്ടറിൻ്റെ ഹൈറ്റ് വെച്ചേക്കുന്നത് 16 മീറ്റർ വരെ വെള്ളം നിൽക്കും. അത്രയും കംപ്ലീറ്റ് വെള്ളം കുറയത്തില്ല. അങ്ങനെ ഈ ചേട്ടനോട് ഈ സ്ഥലത്തിൻ്റെ ഹിസ്റ്ററിയും പ്രത്യേകതകളും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി സമുദ്രയ്ക്ക് കുറച്ച് ഫീഡൊക്കെ ചെയ്ത് നമ്മുടെ ഇൻട്രോ വീഡിയോ ഒക്കെ എടുത്ത ശേഷം പതുക്കെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാനുള്ള പ്ലാനിലാണ് നമ്മളിപ്പോൾ. ആദ്യം ഇവിടേക്ക് ആയതുകൊണ്ടും നമ്മളൊരു ഉച്ച കഴിഞ്ഞ സമയത്താണ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത് എന്നുള്ളതുകൊണ്ടും ഇന്ന് വലിയ വെയിലിൻ്റെ പ്രശ്നം നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിനി ഒരു വലിയ കുന്ന് കയറി ഇറങ്ങി നേരെ തമിഴ്നാട്ടിൻ്റെ മണ്ണിലേക്ക് പോവാണ്. അതായത് നമ്മുടെ തെങ്കാശിക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ തെങ്കാശിയിലെ വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ ബൈ.